നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 3-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ 6:44 അസ്തമയ സമയം വൈകുന്നേരം 6:28. തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ശനിയാഴ്ച രാത്രി 11:55 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 11:11 അവസാനിക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ്. ശനിയാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ 12 മണി. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 1:41, അതായത് ഞായറാഴ്ച 1:41 AM എന്ന് പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ സമയത്താണ് ഈ ഉത്ര നക്ഷത്രം അവസാനിക്കുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലാണ്. അതിൻ്റെ സമയം പറഞ്ഞു തരാം. അതായത് വെള്ളിയാഴ്ച രാത്രി 11:11 നക്ഷത്രം ആരംഭിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5:11 വരെയുള്ള സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര സമയം വെള്ളിയാഴ്ച രാത്രി 11:11 മുതൽ ശനിയാഴ്ച പുലർച്ചെ 5:11 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ വന്നു ചേരുന്നുണ്ട്. അതായത് ഈ കുംഭമാസം 1, 2, 3 മൂന്നാം തീയതി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5:11 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് 2 രാജയോഗം വന്നു ചേരുന്നുണ്ട്. അതായത് മകം, പൂരം, ഉത്രം കാൽ നാളുകാരായിട്ടുള്ള കുട്ടികൾക്ക് 2 രാജയോഗമുണ്ട്. ഒന്ന് ഗജകേസരി രാജയോഗമാണ്. രണ്ടാമത്തെ രാജയോഗം എന്ന് പറയുന്നത് അവരുടെ തൊഴിൽ ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നതുകൊണ്ട് അമലായോഗം എന്ന് പറയുന്ന രാജയോഗമുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം, ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഗജകേസരി രാജയോഗം. ഗജകേസരി രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ദീർഘായുസ്, സമ്പൽ സമൃദ്ധിയോടുകൂടി രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഭാഗ്യമായ അനുഭവം. അപ്പോൾ ആരുടെ മുമ്പിലും കടന്നിയല്ല. അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി കടന്നു ചെന്ന് അവിടെ ശോഭിക്കാനുള്ള ഒരു പ്രത്യേക നേട്ടവും ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ കുട്ടികൾക്കുള്ള നേട്ടങ്ങൾ. 2 രാജയോഗമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഉത്ര നക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഉത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരാടം, ഉത്രാടം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി, പൂരം. ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. പൂരാടം, ഉത്രാടം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി, പൂരം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് തിരുവാതിര, മകം, പൂയം, തൃക്കേട്ട എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര, മകം, പൂയം, തൃക്കേട്ട എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് ഈ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരാനിടയുണ്ട്. വെറുതെ ആരെങ്കിലും 2 തെറിയാലും വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അപ്രതീക്ഷിതമായി ഒക്കെ വന്നു ചേരുന്നതാണ്. മനസ്സറിയാത്ത കാര്യത്തിന് ആരെങ്കിലും ദേഷ്യപ്പെടുക, ആരെങ്കിലും വെറുതെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഇവരുടെ തലയിൽ കെട്ടിവെക്കുക, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കാര്യപരാജയം, ഭാഗ്യക്കേടുകൾ, തെറ്റാനുഭവങ്ങൾ, ഏതെങ്കിലുമൊക്കെ വഴിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അപ്പോൾ ആരെങ്കിലും അനാവശ്യമായിട്ട് ചിലപ്പോൾ ഫോണിൽ കൂടെ ആരെങ്കിലും ആൾ മാറിയാണെങ്കിലും തെറിയൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. പക്ഷെങ്കിലേ നമ്മളതിൽ പെട്ടെന്ന് പ്രകോപിതരാകരുത്. നമ്മൾ തിരിച്ചു പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കരുത്. കാരണം നമ്മുടെ സമയദോഷത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായൊരു സമയമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതന്ന് വന്ന വഴി അതങ്ങ് പൊക്കോളും. നമ്മളതിൻ്റെ പുറകെ പോകരുത്. പുറകെ പോയി പിന്നെ പ്രശ്നം വലുതാക്കി നമ്മുടെ ജീവിതം നാശത്തിലേക്ക് വിടരുത്.
അല്ലെ 2 പറഞ്ഞിട്ടേ ഉള്ളൂ, അവനോട് പ്രതികരിച്ചിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് നമ്മൾ പോരുത്. അങ്ങനെ പോകുമ്പോഴാണ് ജീവിതം തകർന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ആ പ്രതികൂലത്തിൻ്റെ പുറകെ നമ്മൾ പോകരുത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം വലിയൊരു പ്രശ്നത്തിലാകപ്പെടും, വീണ്ടും പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ജീവിതം പോകും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അറിവായിട്ടാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന ആൾക്കാർ ഇന്ന രീതിയിൽ എനിക്ക് ദ്രോഹം ചെയ്യാൻ സാധ്യതയുണ്ട്, അവൻ്റെ ദ്രോഹത്തിൽ ഞാൻ പെടാതെ ഇരിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ജീവിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ മനസ്സിലുണ്ടാകണം. അപ്പം അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, ഈ നാളുകാരെ സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നലെ എനിക്ക് പ്രതികൂലമായ ഒരു ആയിരുന്നു. അപ്പോൾ ആ പ്രതികൂലമായ നക്ഷത്രം ആരംഭിച്ച് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പേ എൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചു, നമസ്കാരം പറഞ്ഞു. നമസ്കാരം പറഞ്ഞതിന് ശേഷം 2 തെറി വിളിച്ചു. പ്രതികൂലമായ ഇപ്പം ഞാൻ നോക്കി കറക്റ്റാണ്. അപ്പോൾ ആ പ്രതികൂലമായ നക്ഷത്രം ആരംഭിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പേ ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് 2 തെറി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ്, നീ എന്തിനാണ് ഈ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തർ സന്ധ്യ ആകുമ്പം അല്ലെങ്കിൽ രാത്രിയാകുമ്പം കള്ളം കുടിച്ചിട്ട് ലക്ക് കെട്ടൊക്കെ അവരെന്താ പറയുന്നത് പോലും അവർക്കറിയത്തില്ല, അവരൊക്കെ അങ്ങനെ വിളിക്കും. അതൊക്കെ ഈ ലോകമല്ലേ, നമ്മളെല്ലാവരുടെയും നടുവിലല്ലേ ജീവിക്കുന്നത്. കള്ളുകുടിയൻ്റെയും ആവാസൻ്റെയും വെറിയൻ്റെയും ദുഷ്ടൻ്റെയും ഒക്കെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവൻ നിശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിലേക്കാണ് അവൻ നിശ്വസിക്കുന്നത്. അവൻ ശ്വസിക്കുകയും അവൻ ശ്വസിച്ചിട്ട് അവൻ അഴുക്കുള്ളതിനെയെല്ലാം വെളിയിലേക്ക് തള്ളിവിടുന്നു. ആ അഴുക്ക് നമ്മളും കൂടി ശ്വസിച്ചാണ് ജീവിക്കുന്നത്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ പെട്ടെന്ന് അവനെ തിരിച്ച് ഫോൺ എടുത്ത് വെച്ച് തെറി പറയാൻ പോയി കഴിഞ്ഞ് പിന്നെ വെറുതെ വിഷയം ഉണ്ടാക്കുന്നത് എന്തിനാ? അത് വന്ന വഴി അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അത് സമയദോഷത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞു തരുന്നത്. നമ്മളതിൻ്റെ പുറകെ വണ്ടിയും വിളിച്ച് പോകാതിരിക്കാൻ ശ്രമിക്കുക. പ്രശ്നത്തിലേക്ക് നമ്മൾ പിന്നെ പോയി ചാടി വലിയ വിഷയമായി, സാമ്പത്തിക നഷ്ടമായി, പിന്നെ വാശിയായി, വൈരാഗ്യമായി, ധനനഷ്ടമായി, അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് തകർന്നു പോകും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, കടബാധ്യതകളെക്കുറിച്ച്, ജോലിയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോക്കാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത്. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 8:14 മുതൽ 9:44 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:14 മുതൽ 12:44 വരെയുള്ള സമയം ശുഭസമയമാണ്. 2:14 മുതൽ 5:14 വരെയുള്ള സമയം ഉച്ച കഴിഞ്ഞത്തെ സമയമാണ്. ഉച്ചകഴിഞ്ഞ് 2:14 മുതൽ 5:14 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 15 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. കൂടുതൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി പച്ച, കടുനീല, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രം നക്ഷത്രം അനുകൂലമായിട്ട് ധനം വന്നു ചേരുന്ന നാളുകാർ ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. ഉത്രം, ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി എന്നീ നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്യുവാനും ധനപരമായ നേട്ടത്തിനും കൊടുത്തുവാങ്ങലിനും ഒക്കെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.